ഗൾഫ് മേഖലയിലെല്ലാം ജാഗ്രതയുണ്ടെങ്കിൽ പോലും കൂടുതൽ ജാഗ്രത ഇപ്പോൾ ബഹ്റൈനിലാണ്. കാരണം ബഹ്റൈനാണ് ഈ ഒരു മേഖലയിൽ അമേരിക്കൻ നാവികസേനയുടെ ഏറ്റവും വലിയ താവളം. മാത്രമല്ല യുദ്ധക്കപ്പലുകൾക്ക് അടക്കം നങ്കൂരമിടാൻ കഴിയുന്ന തുറമുഖം, വലിയ തുറമുഖം, ഏറ്റവും ആഴമുള്ള തുറമുഖവും അതും ബഹ്റൈൻ തീരത്താണ്. അതുകൊണ്ട് തന്നെയാണ് ബഹ്റൈൻ വലിയ ജാഗ്രതാ നിർദ്ദേശം സ്വദേശികൾക്കും വിദേശികൾക്കുമൊക്കെ നൽകിയത്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങരുത്, യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ വലിയ റോഡുകളിലൂടെ, മെയിൻ റോഡുകളിലൂടെ മാത്രം വാഹനം ഓടിക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് സ്കൂളുകളും കോളേജുകളും അടക്കമുള്ളവ ഓൺലൈനിലേക്ക് പഠനം മാറ്റുക. മാത്രമല്ല സർക്കാർ ഓഫീസുകളിൽ 70% ആളുകൾക്ക് വർക്ക് ഫ്രം ഹോം നൽകുക. ഇങ്ങനെ വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ ബഹ്റൈൻ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇറാഖ്, അതോടൊപ്പം കുവൈറ്റ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും, അതുകൂടാതെ സൗദി അറേബ്യ, ഒമാൻ, UAE അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ വലിയ ജാഗ്രത തുടരുന്നുണ്ട്. വലിയൊരു ആശ്വാസം ഇക്കാര്യത്തിലുള്ളത് ആണവ വികിരണം ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്ന് ആദ്യം സൗദി അറേബ്യ സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ സ്വന്തം ആകാശത്തും അതോടൊപ്പം തന്നെ കടൽ തീരത്തും ഒന്നും ഇതിൻ്റെ ഒരു ലക്ഷണവുമില്ല എന്നുള്ളൊരു അറിയിപ്പ് കൂടി വരുന്നു. അത് വലിയ ആശ്വാസം നൽകുന്നതാണ്. മറ്റൊരു കാര്യം, കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കി എന്നുള്ളതാണ്. ബ്രിട്ടീഷ് എയർ അടക്കമുള്ളവ ഈ ഗൾഫിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയല്ലാതെ മറ്റ് മേഖലകളിലേക്കുള്ള കൂടുതൽ സർവീസുകൾ UAE-യിൽ നിന്നുമുള്ള, ഖത്തർ, UAE-യിൽ നിന്നുമുള്ള എമിറേറ്റ്സ് എയർലൈൻസ്, അതോടൊപ്പം തന്നെ ഇത്തിഹാദ് എയർലൈൻസ്, ഫ്ലൈ ദുബായ് എല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. എയർ അറേബ്യ അടക്കമുള്ളത്.